ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടി 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയിരുന്നു. ആ കുട്ടി ഒരു പോക്സോ കേസ് അതിജീവിതയാണ്. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അനൂപിനെ ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് ഇന്നലെ പ്രതി സമ്മതിച്ചിരുന്നു. അതേസമയം ആശുപത്രിയിലുള്ള പെൺകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നതാണ് അതിലേറെ ദുഃഖകരമായ കാര്യം. ഈ കുട്ടിയെ കഴുത്തിൽ കയറിട്ട് കുരുക്കിയ നിലയിൽ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അതിൽ ഉറുമ്പരിച്ച നിലയിലൊക്കെയാണ് അർദ്ധനഗ്നയായ നിലയിൽ കണ്ടെത്തിയത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് പറയാൻ ഈ പെൺകുട്ടിക്ക് മാത്രമേ കഴിയൂ. ഈ ആൺസുഹൃത്ത് പറയുന്നത് ആ കുട്ടിയെ മർദ്ദിച്ച ഒരു സാഹചര്യത്തിൽ മനംനൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഇതിലെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. ആ കേസിലാണ് ഇന്നിപ്പോൾ ഒരു തെളിവെടുപ്പ് നടക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഈ ചോറ്റാനിക്കരയിൽ ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ ആർക്കും ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ അവശനിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറുമാണ് ഓരോരോ കഥകൾ നാട്ടുകാരായാലും ആ കുട്ടിയുടെ അമ്മയായാലും ഒക്കെ പറയുന്നത്. ഇയാൾ പറയുന്നത് പൂർണ്ണമായി പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഇന്ന് എന്താണ് തെളിവെടുപ്പ്? ഏത് തരത്തിൽ നടത്താനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്? ശ്രീജ, ഇതിലൊരു സംശയം നിലനിന്നിരുന്നത് ഈ കുട്ടിയുടെ കഴുത്തിൽ ഒരു ഷോള് കുരുങ്ങിയ നിലയിലായിരുന്നു. ഇത് യുവാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണോ അതോ യുവതി തന്നെ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നതിലൊരു സംശയം നിലനിന്നിരുന്നു. പോലീസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് ഈ കുട്ടി സ്വയം കഴുത്ത് മുറുക്കിയ ഒരു നിലയിലാണ്, അതിന്റെ ഒരു രീതി അങ്ങനെയാണ് തോന്നുന്നതെന്ന്. അത് തന്നെയാണ് യുവാവും ആവർത്തിച്ചത്. അതോടെ തന്നെയാണ് പോലീസ് അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയുന്നത് പെൺകുട്ടി സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന്. യുവാവ് പോലീസിന് നൽകിയ മൊഴി പ്രകാരം ശനിയാഴ്ച പുലർച്ചെ രാത്രിയോടുകൂടി യുവാവ് അവിടെ എത്തുന്നു. 9:30 സമയത്തോടുകൂടി അവിടെ എത്തുന്നു. അതിൽ CCTV ദൃശ്യങ്ങളും അതിൽ വ്യക്തമാണ്. ഒരു സുഹൃത്താണ് യുവാവിനെ അവിടേക്ക് കൊണ്ടുവിടുന്നത്. ആ സുഹൃത്ത് അത് കൃത്യമായി മൊഴി നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സുഹൃത്തിന് മറ്റു പങ്കുകളൊന്നും തന്നെയില്ല. ഈ സുഹൃത്തിനോട് മറ്റൊരു കാര്യം തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ യുവാവ് അവിടേക്ക് എത്തിയത്. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി, ആ പെൺകുട്ടിയുടെ വീട്ടിലെ അമ്മയുണ്ടായിരുന്നില്ല, ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. ആ യുവാവ് പറയുന്നത് തന്നെ കൂടാതെ മറ്റൊരു ആൺസുഹൃത്ത് അല്ലെങ്കിൽ മറ്റു ചില ആൺസുഹൃത്തുമായി ഈ കുട്ടിക്ക് ബന്ധമുണ്ടെന്ന സംശയം ഈ യുവാവിനുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാകുകയും തർക്കത്തിനൊടുവിൽ ഈ യുവാവ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ശ്വാസം മുട്ടിക്കുവാനും ശ്രമിച്ചു. ഇതിനുശേഷം ഇവർ തമ്മിൽ ഒത്തിരി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും ഈ യുവാവ് അടുക്കളയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഷോളിൽ കരുതിയിരുന്ന ഷോള് ഈ പെൺകുട്ടി സ്വയം കഴുത്തിൽ മുറുക്കിയതായി യുവാവിന് മനസ്സിലാകുകയും യുവാവ് പെൺകുട്ടിയെ വിളിച്ചുണർത്താനൊക്കെ ശ്രമിച്ചുവെങ്കിലും ബോധം പോയ അവസ്ഥയിലായിരുന്നു. ഇതുകൊണ്ട് യുവാവ് ഈ കുട്ടി മരിച്ചു എന്ന് കരുതി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി പെൺകുട്ടിയുടെ ബന്ധു ആ വീട്ടിലേക്ക് വരികയും പെൺകുട്ടി ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുകയും ചെയ്തത്. പോലീസ് ആദ്യം ഈ യുവാവിനെ ഒരു അന്വേഷണം നടത്തിയെങ്കിലും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല എന്ന് പോലീസിന് മനസ്സിലായി. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ, യുവാവിന്റെ തന്നെ നാട്ടിലുള്ള തലയോലപ്പറമ്പ് സ്വദേശിയാണ്, നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് രാത്രി ആ യുവാവ് അവിടെ എത്തിയെന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ചോറ്റാനിക്കര പോലീസ് അവിടെ എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഈ യുവാവ് കുറ്റം സമ്മതിക്കുകയും ഒക്കെ ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പോക്സോ കേസ് അതിജീവിതയാണ്. 14-ാം വയസ്സിൽ കുട്ടി ഒരു പീഡനത്തിന് ഇരയാകുകയും ചെയ്തിരുന്നു. ഇത് കുറച്ച് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ്. അതുകൊണ്ട് 7-ാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. പക്ഷേ മറ്റ് ഈ കായിക ഇനങ്ങളിലൊക്കെ കുട്ടി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും ഒരു മിടുക്കിയായിട്ടുള്ള കുട്ടി തന്നെയായിരുന്നു. ഈ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൽ വിടാതിരുന്നത്. ദത്തു അമ്മയാണ് ആ കുട്ടിയുടേത്. ഇവരുമായിട്ടൊക്കെ കുട്ടി നിരന്തരം വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഈ യുവാവ് പലതവണ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ കുട്ടിയുടെ അമ്മ ഒരു ദിവസം ഈ യുവാവിനെ കാണുകയും ചെയ്തിരുന്നു. അന്ന് യുവാവിനോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഇവിടെ വന്നു പോകാൻ കഴിയില്ല, നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തോടെ എന്നെ വന്ന് കാണാൻ പറയൂ, വിവാഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന്. പക്ഷെ ആ യുവാവ് അതിന് സമ്മതമായിരുന്നില്ല. 3 വർഷത്തെ സമയമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള
പ്രണയമൊന്നും നടക്കില്ല എന്ന് തന്നെ യുവാവിനോട് ഈ അമ്മ തീർപ്പ് പറയുകയും ചെയ്തു. ഈ അമ്മയും ഈ യുവാവ് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ അമ്മ ഇന്നലെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ എന്തായാലും ഈ അമ്മയുടെ പരാതിയിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം, കൊലപ്പെടുത്താനുള്ള ശ്രമം, വധശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുക്കും, യുവാവിനെ തെളിവെടുക്കുമെന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഒരു 10 മണിയോട് കൂടിയായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക. യുവാവിനെ പറ്റിയും അത്ര നല്ല ഒരു മറുപടിയല്ല കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഇതിനോടകം തന്നെ തലോലപ്പറമ്പിൽ ഒരു കേസും, 2 അടിപിടി കേസും, പിന്നീട് ഒരു കഞ്ചാവ് കേസും ഒക്കെ ഉണ്ട്. അങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവാവാണ്. ഈ കുട്ടിക്കും യുവാവ് ലഹരി കൊടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലെ വൈദ്യ പരിശോധനയിലേക്ക് കുട്ടി ലഹരി ഉപയോഗിച്ചതായും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഈ സംഭവം നടക്കുന്ന ദിവസം കുട്ടിയും യുവാവ് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ ഈ പെൺകുട്ടിയുടെ നില അല്പം ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കോമ സ്റ്റേജിലേക്കാണ് ഇപ്പോൾ കുട്ടി കടക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പെൺകുട്ടിയുടെയൊക്കെ മൊഴിയെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ പോലീസിന് ശ്രമകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ നില അല്പമെങ്കിലും മെച്ചപ്പെട്ടാൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പെൺകുട്ടിയോടും കൂടി ചോദിച്ചാൽ മാത്രമേ ഈ യുവാവ് പറയുന്നതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് തിരിച്ചറിയാനും കഴിയുകയുള്ളൂ. ശ്രീജ.